കീഴടങ്ങൾ തുടരുമോ എന്നതാണ് ചോദ്യം. മധു. ഡോക്ടർ അരുൺകുമാർ, ഞാൻ ഈ നാടിന്റെ ജനാധിപത്യത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഒരു വലിയ പ്രതിഷേധം രാജ്യത്തുണ്ടാകുന്നു. അതിന്റെ മുഴുവൻ ആവശ്യങ്ങളെയും കേന്ദ്ര സർക്കാർ അംഗീകരിക്കുന്നു. ഇതല്ലേ ജനാധിപത്യം എന്നത് ചോദിക്കുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് പോകുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ നാട്ടിലെ ചെറുപ്പക്കാർ വഴിതെറ്റാതിരിക്കാൻ, മറ്റ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ ആവർത്തിക്കാതിരിക്കാൻ എന്നൊക്കെയുള്ള ധാർമ്മിക പശ്ചാത്തലം ഒരുക്കിയിട്ടാണ് അദ്ദേഹം രാജിവെച്ച് പോകുന്നത്. അവിടെ നിന്ന് അതാ പിറ്റേ ദിവസം ഇതേ CJPയുടെ നേതാക്കൾക്ക്, സൗരദാസിന് ഒക്കെ നേരത്തെ കപിൽ സിബലിനൊപ്പം നിന്ന് വാർത്താ സമ്മേളനം നടത്തുകയാണ്. ഞങ്ങളെ പറ്റിച്ചിരിക്കുന്നു, വഞ്ചിച്ചിരിക്കുന്നു, ഞങ്ങളോട് പറയുന്നതൊന്നും പാലിക്കുന്നില്ല എന്നത്. നോക്കൂ, ഒരു ജനാധിപത്യ സർക്കാർ, ആ സർക്കാരിലുള്ള വിശ്വാസം ജനങ്ങൾക്കുണ്ടാകേണ്ടത് ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന് ഏറ്റവും അടിസ്ഥാനമുണ്ടാക്കേണ്ട ഒന്നാണ്. എപ്പോഴാണോ ജനങ്ങൾക്ക് ആ ജനാധിപത്യത്തിലും ജനാധിപത്യത്തെ നയിക്കുന്ന സർക്കാരിലും വിശ്വാസമില്ലാതെ പോകുന്നത്, ആ സമയത്തുണ്ടാകുന്ന അനിശ്ചിതത്വങ്ങളാണ് പിന്നീടുണ്ടാകുന്ന വലിയ കലാപങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നത്. ഈ നാട്ടിലെ ഒരു ജനറേഷന് മുഴുവനും, ഈ നാട്ടിലെ യുവാക്കൾക്ക് കൊടുത്ത വാക്കാണ് കേന്ദ്ര സർക്കാർ പാലിക്കാതെ ഇരിക്കുന്നത്. പട്നയിൽ ഈ പറയുന്ന പ്രക്ഷോഭത്തിനിടയിൽ AK-47 തോക്ക് ഉപയോഗിച്ചിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് അതുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിക്കുന്നു. ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു. അഭിഷേക് പട്ടേൽ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതുമാത്രമാണോ പര്യാപ്തമായ നടപടി? നോക്കൂ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുത്തുകൊണ്ട് വരാൻ കഴിയുന്ന ഒരു ഉപകരണമല്ല AK-47 എന്ന് പറയുന്നത്. അത് മിലിറ്ററി ഗ്രേഡ് വെപ്പണാണ്. എങ്ങനെയാണ് ഈ പട്ന പോലീസിലെ ഒരു CPOയ്ക്ക്, ഒരു കോൺസ്റ്റബിളിന് AK-47 ആക്സസ് ഉണ്ടാവുക? AK-47 എവിടെയൊക്കെയാണ് ഉപയോഗിക്കാൻ കഴിയുക? അപ്പം അതായത് ഒരു മിനിറ്റിൽ 600 റൗണ്ട് വെടിവെക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് ഈ AK-47 എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കാൻ കഴിയുന്നത് ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾക്കും നക്സൽ വിരുദ്ധ വേട്ടയ്ക്കും മാരകായുധങ്ങളേന്തിയ കുറ്റവാളികൾക്കും നേരെ മാത്രമാണ്. അല്ലാതെ ജനക്കൂട്ടങ്ങളെ പിരിച്ചുവിടണമെങ്കിൽ മുന്നറിയിപ്പ് നൽകണം, കണ്ണീർവാതകം പ്രയോഗിക്കാം, ജലപീരങ്കി പ്രയോഗിക്കാം, പരമാവധി ലാത്തിചാർജ് ചെയ്യാം. ഇതിനപ്പുറത്തേക്കുള്ള യാതൊരു കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ വലിയ ഇനി വെടിവെക്കുകയാണെങ്കിൽ തന്നെ എങ്ങോട്ടാണ്? മുട്ടിന് താഴെയാണ് വെടിവെക്കേണ്ടി വരുന്നത് ജനങ്ങളെ പിരിച്ചുവിടാൻ. അതും ഈ പറയുന്ന റബ്ബർ ബുള്ളറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ആദ്യഘട്ടത്തിൽ. അങ്ങനെയൊക്കെയാണ് ഇത് നേരിട്ട് AK-47 എങ്ങനെയാണ് ഈ പ്രക്ഷോഭകാരികളായ യുവാക്കളെ നേരിടാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ ആ ഒരൊറ്റ AK-47 മാത്രമാണോ കൊണ്ടുവന്നത്? അതോ വലിയ ആയുധ ശേഖരം പോലീസ് നടത്തിയോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ജോൺ ബ്രിട്ടാസ് പാർലമെന്റിൽ പറഞ്ഞതുപോലെ ചോരയിൽ മുക്കി കൊല്ലാനുള്ള നിലപാട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നൊരു ചോദ്യം പ്രസക്തമാകുന്നത് അവിടെയാണ്. ഒരൊറ്റ AK-47 ഒരു ധൈര്യത്തിനിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കൊണ്ടുവന്നതാണോ? എന്തിനാണ്? ആർക്കെതിരെ ഉപയോഗിക്കാനാണ്? ഈ നാട്ടിലെ യുവാക്കളോടൊരു ജനാധിപത്യം ചെയ്യുന്നത് ഇതാണോ എന്ന് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഈ സാംസ്കാരിക രംഗത്തെ ആളുകളൊക്കെ ചോദിച്ചത് ഇതുകൊണ്ടാണ്. ഈ നാട്ടിലെ ജനാധിപത്യം, ഈ നാട്ടിലെ യുവാക്കളോട് പരാജയപ്പെട്ട ഭരണകൂടങ്ങളുടെ ആയുധമാണ് ലാത്തിയും തോക്കുമൊക്കെ. അപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു പരാജയപ്പെട്ട ജനകീയ സംവിധാനമാണോ? അങ്ങനെ പരാജയപ്പെട്ടത് കൊണ്ടാണോ അവർക്ക് ലാത്തിയും, ഈ പറയുന്ന മുള്ളുവെച്ച ലാത്തിയും വലിയ പത്തക്കോലും AK-47 ഉപയോഗിക്കേണ്ടി വരുന്നത്? പരാജയം സമ്മതിച്ചു കഴിഞ്ഞോ എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം. 4 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, പ്രധാന്റെ രാജി അംഗീകരിച്ചിരിക്കുന്നു. പ്രധാൻ രാജിവെച്ച് പോയിരിക്കുന്നു. രണ്ടാമത്തേത് 1 കോടി രൂപ വീതം നഷ്ടപരിഹാരം, പോസിബിൾ ആയിട്ടുള്ള അത്രയും വലിയ നഷ്ടപരിഹാരം നൽകുമെന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ഉറപ്പ്. മൂന്നാമത്തേത് നിയമ നടപടികൾ പിൻവലിക്കും. നാലാമത്തേത് പരീക്ഷാ പരിഷ്കരണം. മൂന്നാമത്തേത് നിയമ നടപടികൾ പിൻവലിക്കുമെന്നുള്ളതാണ്. ഇതുവരെ ഒരു FIR റദ്ദാക്കിയിട്ട് അത് കോടതിയിലേക്കടക്കം പോകേണ്ടുന്ന പശ്ചാത്തലമുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോഴും കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുമുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പ്രതിഷേധം നടത്തിയതിന്റെ പേരിൽ പോലീസ് അവിടെ നിന്ന് നിലത്തിട്ട് ചവിട്ടി വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ, രാഹുൽ ഗാന്ധിയെ, KC വേണുഗോപാലിനെ, അവിടെ ഉണ്ടായിരുന്ന നേതാക്കളെ എല്ലാവരെയും തന്നെ വലിയ ബലപ്രയോഗത്തിലൂടെയാണ് കൊണ്ടുപോയത്. എന്നിട്ട് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി ഇന്ന് കുറിച്ച ഈ AK-47 ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട പോസ്റ്റിൽ തന്നെ പറയുന്നത് ഈ സംവിധാനം സിസ്റ്റം ഡൗൺ റൈറ്റ് മർഡറസ് അഗെയിൻസ്റ്റ് സ്റ്റുഡൻറ് എന്നാണ്. അങ്ങനെ എങ്ങനെയാണ് ഒരു സംവിധാനത്തിന് കൊലപാതകങ്ങളായി മാറാൻ കഴിയുക എന്നൊരു ചോദ്യം ഇവിടെയുണ്ട്. 3 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് AK-47 ഉപയോഗത്തിൽ. 3 വിദ്യാർത്ഥികൾക്ക് ബുള്ളറ്റ് ഏറ്റിരിക്കുന്നു. അതിലൊരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ പോലും ഉണ്ടായിരുന്ന വിദ്യാർത്ഥി അല്ല എന്നാണ് പറയപ്പെടുന്നത്. 10-15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. വെടിയേറ്റത് കഴുത്തിനോ മറ്റോ ആണ് എന്നും പറയുന്നത് കേൾക്കുന്നു. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ നിൽക്കുകയാണ്. ആരാണ് ഇതിനൊക്കെ മറുപടി പറയുക? ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും, പ്രക്ഷോഭങ്ങൾ ഉണ്ടായാൽ പോലും അമിതാധികാര പ്രയോഗം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. അങ്ങനെ ഈ കണ്ണിന് കണ്ണ് കൈക്ക് കൈ എന്ന നിലയ്ക്ക് നേരിടാനാണെങ്കിൽ രാഷ്ട്രീയ എതിരാളികളെ കെട്ടഴിച്ചു വിട്ടാൽ പോരെ. എന്തിനാണ് പോലീസ്? അച്ചടക്കമുള്ള സംവിധാനം, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഫോഴ്സാണ് പോലീസ്. അവർക്ക് അതിൻ്റെതായ മാനദണ്ഡങ്ങളും ചട്ടങ്ങളും ഉണ്ട്. അതിനനുസരിച്ചേ പ്രവർത്തിക്കാൻ പാടുള്ളൂ നിയമം വാഴുന്ന ഭൂമിയിൽ എന്നതാണ്. ഇനി ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ബില്ലൊരു തട്ടിക്കൂട്ട് ബില്ലാണ്. ഒന്നാമത്തെ കാര്യം, 4 പേജ് അമെൻമെന്റ് ആണ്. എന്നിരുന്നാൽ പോലും, കാരണം ആ ബില്ല്
ബില്ല് ചർച്ച ചെയ്യണം. ആ ബില്ലിനെ കുറിച്ച് കേന്ദ്രം തീരുമാനിക്കുന്നതിന് മുൻപ് ഇതൊരു സമവായ ശ്രമം എന്ന നിലയ്ക്കാണല്ലോ ബില്ല് കൊണ്ടുവരുന്നത്. അതിനു മുൻപ് തന്നെ ഈ പറയുന്ന പോലീസിന്റെ അമിതാധികാര പ്രയോഗവും ഈ പ്രക്ഷോഭത്തിലേക്ക് നയിച്ച കാരണങ്ങളും പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. എന്തെങ്കിലും ചർച്ച ചെയ്തോ? ഈ ബില്ല് ചർച്ച ചെയ്താൽ പരിഹരിക്കാവുന്നതാണോ? ഈ ബില്ല് ചർച്ച ചെയ്താൽ ഉത്തരം കിട്ടുന്നതാണോ? രാജ്യത്ത് സംഭവിച്ച പ്രശ്നങ്ങൾ എന്തുകൊണ്ട് പേപ്പർ ലീക്ക് ഉണ്ടായി? എന്തുകൊണ്ടാണ് അതിന്റെ ഉത്തരവാദിത്തം? എങ്ങനെയാണ് അതിനെതിരെ പോലീസിന്റെ അതിക്രമം ഉണ്ടായത്? ആ പോലീസിന്റെ അതിക്രമം ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പോലീസ് വിന്യാസം എങ്ങനെയായിരുന്നു? ആ പോലീസ് എങ്ങനെയാണ് അനധികൃതമായ ആയുധങ്ങൾ ഉപയോഗിച്ചത്? ആ പോലീസിന് എന്തുകൊണ്ടാണ് നെയിം ബോർഡ് ഇല്ലാതിരുന്നത്? ആ പോലീസിന് പലപ്പോഴും എന്തുകൊണ്ടാണ് യൂണിഫോം ഇല്ലാതിരുന്നത്? തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ആരാണ് ഉത്തരം പറയുക? പേപ്പർ ലീക്ക് ബില്ലിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പൊ ഇതൊന്നും ഈ രാജ്യം ചർച്ച ചെയ്യേണ്ടതില്ലേ? ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ ഈ വക കാര്യങ്ങൾ ചോദ്യം ചെയ്യണ്ടേ? ഇവിടെ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടേ? ആഭ്യന്തര വകുപ്പ് മന്ത്രി അതിന് ഒരു പ്രസ്താവനയെങ്കിലും നടത്തേണ്ടേ? ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കീഴിലാണ് ദില്ലി. അപ്പോൾ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് മാത്രമല്ല ദില്ലിയിലെ ഭരണം അത് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ അദ്ദേഹത്തിലേക്ക് കൂടിയാണ്. അപ്പോൾ ആ ഉത്തരവാദിത്വത്തിൽ കൂടി അദ്ദേഹം മറുപടി പറയേണ്ടതാണ്. പക്ഷെ ആര് ചോദിക്കും? പ്രതിപക്ഷത്തിന് ചോദിക്കാൻ അവസരമുണ്ടോ? പാർലമെന്റിൽ ഒരു വാക്ക് മിണ്ടാൻ കഴിയാതെയാണ് കഴിഞ്ഞ 6 ദിവസവും സഭ പിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. 11 മണിക്ക് സഭ ചേരുന്നു, എന്തെങ്കിലും ഒന്ന് മിണ്ടുന്നതിന് മുമ്പ് സഭ പിരിയുന്നു. എന്നിട്ട് 12 മണിക്ക് ചേരുമ്പോൾ ബില്ല് ചർച്ച ചെയ്യണം, മറ്റൊന്നും ചർച്ച ചെയ്യേണ്ടതില്ല എന്ന കർശനമായ നിലപാട് കേന്ദ്രം സ്വീകരിക്കുന്നു. ഇത് എന്ത് ജനാധിപത്യമാണ്? ചർച്ചകളില്ലാത്ത ജനാധിപത്യത്തെ ജനാധിപത്യം എന്ന് വിളിക്കാൻ കഴിയുമോ? പ്രധാനമന്ത്രി ഇന്നും പാർലമെന്റിൽ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് മറുപടി പറയണ്ടേ? അദ്ദേഹത്തിന് ഇൻസ്റ്റഗ്രാം മാത്രമാണോ അദ്ദേഹത്തിന്റെ വിനിമയ ഉപാധി എന്ന് പറയുന്നത്? ഈ രാജ്യത്തിന്, ഞാൻ നേരത്തെ നോക്കിയാൽ ഈ രാജ്യത്തിന്റെ റൂറൽ പോപ്പുലേഷനിൽ ഇന്റർനെറ്റ് പെനട്രേഷൻ എന്ന് പറയുന്നത് 57%. ഈ 57% മാത്രം കണ്ടാൽ മതിയോ അദ്ദേഹത്തിന്റെ മറുപടി? ഈ രാജ്യത്തുള്ള 140 കോടി ജനങ്ങളിലേക്ക് അദ്ദേഹം എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? പറ്റില്ല, പ്രായോഗികമായി പറ്റില്ല. അതിനാണ് ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളുടെ പ്രതിനിധികൾ ലോക്സഭയിൽ ഇരിക്കുന്നത്. അവരോട് മറുപടി പറയണ്ടേ? അവരോട് മറുപടി പറഞ്ഞാൽ മതി. അവരോട് മറുപടി പറഞ്ഞാൽ ജനങ്ങളോട് മറുപടി പറയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ജനസംഖ്യാ അനുപാതികമായി നമ്മൾ മണ്ഡലങ്ങൾ തിരിക്കുന്ന അവർക്ക് വിശ്വാസ്യതയുള്ള ആളുകളെ ജനപ്രതിനിധികളായി തിരഞ്ഞെടുത്ത് ലോക്സഭയിലേക്ക് അയക്കുന്നതും. അങ്ങനെ ലോക്സഭയിലേക്ക് എത്തിയ ആളാണ് പ്രധാനമന്ത്രി. അദ്ദേഹത്തിന് ലോക്സഭാംഗങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്. വലിയ ഭൂരിപക്ഷമുണ്ട് എന്നതുകൊണ്ട് പ്രതിപക്ഷത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടല്ല ഭരണപക്ഷമാക്കി മാറ്റിയിരിക്കുന്നത്, ഭരണ നിർവഹണത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണമെന്നത് ഈ ജനാധിപത്യ രാജ്യത്തിലെ ഓരോ ജനങ്ങളുടെയും അവകാശമാണ്. അത് നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യം നിഷേധിക്കുക എന്നതിന് തുല്യമാണ് എന്നതാണ്. ഇനി നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഈ സമരം അതിന്റെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് എല്ലാ ഉപാധികളും അനുവദിച്ചുകൊണ്ട് ആ സമരത്തിന് പരിസമാപ്തി ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും പിരിഞ്ഞു പോയിരിക്കുന്നു. ഇനി ഈ തീഷ്ണതയിൽ ഒരു സമരം സാധ്യമാണോ? ഇപ്പോൾ വീണ്ടും ഈ കേസുകൾ പിൻവലിച്ചില്ലെങ്കിൽ സമരവുമായി വരുമെന്ന് സൗരദാസ് അടക്കമുള്ളവർ പറയുന്നുണ്ട്. സാധ്യമാണോ? ഈ കണ്ട ആളുകൾ മുഴുവനും ഇനി ദില്ലിയിലേക്ക് എത്തുക, മാത്രമല്ല ഇവർക്കെതിരായ കേസുകൾ പിൻവലിച്ചില്ലെങ്കിൽ, നേരത്തെ ചർച്ചയിലും പറഞ്ഞു, ഈ കേസുകൾ പിൻവലിച്ചില്ല എങ്കിൽ നോക്കൂ, ഭാവിയുള്ള വിദ്യാർത്ഥികളാണ്, ഇവർക്കെതിരെ അടക്കം കേസുകളുണ്ട്. അവർക്ക് അവരുടെ കുടുംബത്തിൽ, നാട്ടിലൊക്കെ അവരുടെ അഭ്യുദയകാംക്ഷികളിൽ നിന്ന് വലിയ പ്രഷർ ഉണ്ടാകും. ഇനിയും ഈ കേസ് ഇരിക്കുമ്പോൾ തന്നെ വീണ്ടും ദില്ലിക്ക് വണ്ടി കയറാൻ അവർക്ക് വലിയ സമ്മർദ്ദമുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ സമയത്ത് എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു എന്ന് പറഞ്ഞ് അവരെ പറ്റിച്ചുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുക, എന്നിട്ട് വിദ്യാർത്ഥികൾക്കെതിരായ കേസ് പിൻവലിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്, വഞ്ചനയാണ്. രാജ്യം ഇത് കാണുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും തീക്ഷ്ണതയിൽ നിന്നൊരു സമരത്തെ വഞ്ചനയിലൂടെ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആരോപണം എന്ന് പറയുന്നത്. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ അടുത്ത ഈ EJP, ഈ E20 ജനതാ പാർട്ടി എത്രയാണെന്നറിയാമോ? 379K. ഇന്ന് രാവിലെ 11 മണിക്ക് ബ്രേക്കിംഗ് അവേഴ്സ് ആരംഭിക്കുമ്പോൾ 180K ആണ് അവരുടെ പിന്തുണ എന്ന് പറയുന്നത്. ശരിയാണ്, നമ്മൾ CJPയുടെ പിന്തുണ എന്ന് പറയുന്നത് ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും ഓരോ മില്യൺ വെച്ചായിരുന്നു വർദ്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ E20യിലും സമാനമായതല്ല എന്നിരുന്നാൽ പോലും മണിക്കൂറുകൾ വെച്ച് ഇത്രയധികം പിന്തുണയുണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അവിടെ കൊണ്ടും തീർന്നില്ല എന്നതാണ്. ഇപ്പോൾ ഈ ഡീസൽ, ഇതിപ്പോൾ പെട്രോൾ വാഹനങ്ങളിലാണല്ലോ ഈ പറയുന്ന ഈ എഥനോൾ മിശ്രിതം വരുന്നത്. ഡീസൽ വാഹനങ്ങളിലും ഈ ഐസോബ്യൂട്ടാനോൾ എന്ന് പറയുന്ന ഒരു മിശ്രിതത്തെക്കുറിച്ച് കേന്ദ്രം ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ പരീക്ഷണത്തെക്കുറിച്ച് ഇപ്പം ഡീസൽ വണ്ടിയിലുള്ളവരെല്ലാം രക്ഷപ്പെട്ടിരിക്കുകയാണ് എന്നാണല്ലോ വിചാരിക്കുന്നത്. ഒന്നാമത് ഡീസൽ വണ്ടിക്ക് ഇറക്കി 2-ാം വർഷം തൊട്ട് പണിയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഐസോ ബ്യൂട്ടനോളിൻ്റെ മിശ്രിതം കലർത്തുന്നതിനെക്കുറിച്ച് ഇന്ത്യ സജീവമായി ആലോചിക്കുന്നത്. ഡീസലിൽ 15% വരെ മിശ്രിതം പരീക്ഷിക്കാമെന്നുള്ളതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഥനോൾ ഡീസലുമായിട്ട് സിങ്ക് ആവില്ല. പക്ഷെ അതിനു പകരം ഇങ്ങനെ ഒരു പരീക്ഷണം നടത്താനുള്ള ശ്രമമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഈ E20 ജനതാ പാർട്ടി അവരുടെ ഡിസ്ക്രിപ്ഷൻ തന്നെ ഇങ്ങനെയാണ്: 1 ഡിമാൻഡ് 1 മിഷൻ, വി വാണ്ട് ദ ഫ്രീഡം ടു ചൂസ് 100% ഒറിജിനൽ ഫ്യൂവൽ അറ്റ് ഡിസ്കൗണ്ടബിൾ പ്രൈസ് എന്നുള്ളതാണ്. ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചോ
എന്നത് പ്രധാനമാണ്. മറ്റൊരു മഹാനെ കുറിച്ച് കൂടി പരാമർശിക്കാതെ ഇന്ന് നമുക്ക് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാൻ കഴിയില്ല. അത് TG മോഹൻദാസ് എന്ന് പറയുന്ന RSSന്റെ ആധ്യാത്മിക ആചാര്യനാണ്. അദ്ദേഹം എന്തൊക്കെയാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് എന്നതറിയില്ല. അദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ ആളുകളെയൊക്കെ തോക്ക് വെച്ച് നേരിടുമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിയായിരിക്കാം, ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രത്യയശാസ്ത്ര ബുദ്ധിയൊക്കെ ഉണ്ടാവുക സ്വാഭാവികമായിരിക്കും. പക്ഷേ പൊതുബോധം എന്നൊന്നുണ്ടല്ലോ, ഇത് വിളിച്ചു പറയാൻ കഴിയുന്നൊരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് സത്യമായി ആഭ്യന്തര വകുപ്പ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബുദ്ധിയോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെയോ അളക്കാനാണല്ലോ കേട്ടോ. അത് അങ്ങനെ രൂപീകരിക്കപ്പെട്ട ഒരു പ്രത്യയശാസ്ത്രമാണ്. അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനും ചിന്തിക്കാനും പ്രതികരിക്കാനും കഴിയുകയുള്ളൂ ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ആ കണ്ടന്റ് എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നത്. കാരണം ഇത് നമ്മുടെ ഫീഡല്ല, ഇത് നമ്മുടെ യൂണിവേഴ്സുമല്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യസാധ്യവുമല്ല. ഞാൻ മനുഷ്യസാധ്യമല്ല എന്നാണ് കേട്ടോ പറയുന്നത്. അത് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്ന മനസാക്ഷിയും ഈ പറയുന്ന ശേഷിയുമുള്ള ബുദ്ധിശേഷിയുമുള്ള മനുഷ്യരെ ഞാൻ ആ ഗണത്തിൽപ്പെടുന്നില്ല. ഇത് സ്ത്രീകൾക്കെതിരെ അടക്കം അതിക്രമങ്ങൾ ഉണ്ടായെന്ന് വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ നിന്ന് വ്യക്തമാകുന്നു. ഞാൻ ആ കണ്ടന്റ് എനിക്ക് ആവശ്യമില്ല എന്നതുകൊണ്ട് ഒഴിവാക്കപ്പെട്ടതാണ്. അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ പറയുന്ന മനുഷ്യത്വരാഹിത്യം, സ്ത്രീ വിരുദ്ധത തുടങ്ങിയ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് പരാമർശിച്ചു പോയി എന്നതേയുള്ളൂ. Meet the editors.